ജ്ഞാനിനോ മനുജാ സത്യം കിന്നുതേന ഹി കേവലം യദോ ഹി ജ്ഞാനിനഃ സർവേ പശുപക്ഷി മൃഗാദയാം. ജ്ഞാനിനോ മനുജാ സത്യം കിന്നുതേന ഹി കേവലം യദോ ഹി ജ്ഞാനിനഃ സർവേ പശുപക്ഷി മൃഗാദയ. മനുജ മനുഷ്യർ, ജ്ഞാനിന സത്യം ജ്ഞാനികളാണ് എന്നത് സത്യമാണ്. കിംനു എന്നാൽ തേ കേവലം നിഹി അവർ മാത്രമല്ല. എന്തെന്നാൽ സർവേ പക്ഷിമൃഗാദയ എല്ലാ പക്ഷിമൃഗാദികളും ജ്ഞാനിനാഹി ജ്ഞാനികൾ തന്നെ ആകുന്നു. മനുഷ്യർ ജ്ഞാനമുള്ളവരാണെന്നത് സത്യം തന്നെയാണ്. എന്നാൽ അവർ മാത്രമല്ല ജ്ഞാനികൾ, എല്ലാ പശുപക്ഷി മൃഗാദികൾക്കും ജ്ഞാനമുണ്ട്. അറിവ് അല്ലെങ്കിൽ ജ്ഞാനം മറ്റു ജീവികൾക്കുമുണ്ട്. ജനിച്ചു വീണ ഉടൻ തള്ളയുടെ അകിട് തേടിച്ചെന്ന് പാല് കുടിക്കുന്ന കാലിക്കിടാവ് സഹജാവബോധം കൊണ്ടാണ് അത് ചെയ്യുന്നത്. തിന്നാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതും വേർതിരിച്ചറിയാനും വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്താനും കൂടുണ്ടാക്കാനും ശരീരത്തിൽ പറ്റുന്ന അഴുക്ക് കളയാനും ഇണയെ തിരഞ്ഞെടുക്കാനും ശത്രുവിനെ എതിർക്കാനാകാത്ത ശത്രുവിൽ നിന്ന് ഓടി ഒളിക്കാനും സന്താനങ്ങളെ പാലിക്കാനും മറ്റും മൃഗങ്ങൾക്കും പക്ഷികൾക്കും കഴിയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അവയ്ക്ക് മനുഷ്യരെക്കാൾ മെച്ചപ്പെട്ട ജ്ഞാനമുണ്ടെന്നും വാദിക്കാം. താരതമ്യപ്പെടുത്തി പറയേണ്ട ആവശ്യം ഇക്കാര്യത്തിലില്ല. ഓരോ ജീവിക്കും വിധി നിർണയിച്ചിട്ടുള്ള ജീവിതചര്യയ്ക്ക് ആവശ്യമായിടത്തോളം ജ്ഞാനമുണ്ട്. വിശേഷജ്ഞാനമെന്നോ ശുദ്ധജ്ഞാനമെന്നോ കേവലജ്ഞാനമെന്നോ വിശേഷിപ്പിക്കാവുന്ന ജ്ഞാനം പൊതുവേ പറഞ്ഞാൽ മനുഷ്യ സാമാന്യത്തിലില്ല. ഏതൊന്നറിഞ്ഞാൽ അറിയപ്പെടേണ്ടതായിട്ട് ഒന്നും അവശേഷിക്കാതിരിക്കുന്നുവോ ആ അറിവിനാണ് കേവലജ്ഞാനം എന്ന് പറയുന്നത്. കേവലജ്ഞാനം നേടുന്നതിനാവശ്യമായ പരിശ്രമത്തിന് വേണ്ട വിശേഷ ബുദ്ധി മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് മാത്രം മനുഷ്യർ ജ്ഞാനികളായി തീരുന്നില്ല. ജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് പഠിച്ചുണ്ടാക്കുന്ന പാണ്ഡിത്യവും കേവലജ്ഞാനമല്ല. മഹാപണ്ഡിതനായ വ്യക്തിയും ഈ തോത് വെച്ച് നോക്കിയാൽ അജ്ഞാനിയാണ്. അജ്ഞാനതുല്യമായ ജ്ഞാനമേ മനുഷ്യർക്കുള്ളൂ. അതാണെങ്കിൽ പക്ഷിമൃഗാദികൾക്കുമുണ്ട്. അറിവിൻ്റെ വ്യാപ്തിക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ജ്ഞാനം ച തന്മനുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത്തേഷാം തുല്യമന്യത്തതോഭയോ. ജ്ഞാനം ച തന്മനുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത്തേഷാം തുല്യം അന്യ തഥോ അഭയോ. മൃഗപക്ഷിണാം മൃഗങ്ങൾക്കും പക്ഷികൾക്കും യജ്ഞാനം ഏതൊരു ജ്ഞാനമുണ്ടോ തത് അത് അല്ലെങ്കിൽ ആ ജ്ഞാനം തേഷാം മനുഷ്യാണാം ആ മനുഷ്യർക്കുമുണ്ട്. മനുഷ്യാണാം ച മനുഷ്യർക്ക് ഏതൊരു ജ്ഞാനമുണ്ടോ തഥ അപ്രകാരം തേഷാം അവയ്ക്കും അല്ലെങ്കിൽ മൃഗപക്ഷ്യാദികൾക്കും തത് അത് അതത് വർഗത്തിന് സ്വാഭാവികമായി ഉള്ളതുണ്ട്. അന്യമായ ആഹാര നിദ്ര മൈഥുനാദികൾ ഉഭയോ ഇരു കൂട്ടർക്കും തുല്യമാകുന്നു. മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള വിഷയജ്ഞാനം മനുഷ്യർക്കുമുണ്ട്. മനുഷ്യർക്ക് ശാസ്ത്രജ്ഞാനമുള്ളതുപോലെ പക്ഷിമൃഗാദികൾക്ക് അതത് ജാതിക്ക് ഉപയുക്തമാവണ്ണമുള്ള ജ്ഞാനമുണ്ട്. മറ്റുള്ളവ ആഹാര നിദ്ര മൈഥുനാദികൾ ഇരു കൂട്ടർക്കും തുല്യമാണ്. മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും ജ്ഞാനമുണ്ടെന്ന് തുടർന്ന് വിശദമാക്കുകയാണ്. ഇന്ദ്രിയ വിഷയമായ ജ്ഞാനം മനുഷ്യർക്കുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ട്. മനുഷ്യന് ചിന്താശക്തി ഉള്ളതുകൊണ്ടാണ് ശാസ്ത്രജ്ഞാനമുള്ളത്. മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധി ഇല്ലെങ്കിലും സഹജാവബോധം പ്രവർത്തിക്കുന്നു. മറ്റ് പ്രവർത്തനങ്ങൾ ആഹാരം, വിശ്രമം, ഉറക്കം, മൈഥുനം, സന്താനങ്ങളെ സംരക്ഷിക്കൽ തുടങ്ങിയവ ഇരു കൂട്ടർക്കും തുല്യമാണ്.